നീറ്റ് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് അച്ഛൻ്റെ മരണം, 27 ലക്ഷം രൂപ കടം, 4 കൂടപ്പിറപ്പുകൾ. എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മ 2 ലക്ഷം രൂപ കൂടി വാങ്ങി മകളെ പഠിപ്പിച്ചു. ആദ്യ ശ്രമത്തിൽ നിന്ന് 720 മാർക്കും വാങ്ങി നീറ്റ് പരീക്ഷ പാസ്സായി. അതാണ് ആ കാരണന്മാരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ആ മകൾക്ക് തീർച്ചയായിട്ടും അറിയാം. മകൾക്കറിയാം തനിക്ക് മുമ്പിൽ ഒരുപാട് വലിയ ടാസ്ക് ആണെന്ന് അറിയാം. ഒന്നും നോക്കിയില്ല, പ്രതിസന്ധികളൊക്കെ ധാരാളം ഉണ്ടെന്ന് അറിയാം. അതിനൊക്കെ തരണം ചെയ്ത് ഈ മാർക്ക് വിജയിച്ചല്ലോ. അത് ഇതുപോലത്തെയുള്ള മക്കളെ കിട്ടാൻ പുണ്യം ചെയ്യണം. ഇപ്പോൾ കുറേ എണ്ണങ്ങളൊക്കെ ഉണ്ട് തന്തമാരുടെ കാശ്, പ്രത്യേകിച്ച് ഈ കൂലിപ്പണിക്കാരുടെ ഉണ്ട്. കാരണം മക്കളൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് കാശടിച്ച് ദൂർത്തടിച്ച് പഠന സമയത്ത് ലഹരികളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് പേര് മാതാപിതാക്കൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ എത്രയോ നല്ല വ്യത്യസ്തമായിട്ടാണ് ഈ മകൾ ചെയ്തിരിക്കുന്നത്. എത്ര നന്നായിട്ടാണ് അതിന് കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടറിയാം. തനിക്ക് മുമ്പിലുള്ള വലിയൊരു ടാസ്ക് ഉണ്ടെന്നറിയാം. തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ ശരിക്കും ഇതുപോലൊരു മകളെ കിട്ടാൻ ആ അമ്മ പുണ്യം ചെയ്യണം. ഏതോ ജന്മ പുണ്യം കൊണ്ടാണ് അങ്ങനെ ഒരു മകളെ കിട്ടിയത്. എത്ര ടാസ്ക് ആയിരുന്നു. ഇപ്പം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടാണ്. കാരണന്മാരെങ്ങനെയോ കഷ്ടപ്പെട്ടുണ്ടായി. നാളൊരു വീഡിയോ ഞാൻ ചെയ്തതാണ്. ഒരു സാധാരണ കൂലിപ്പണിക്കാർ കഞ്ചാവ് ലഹരിയിലും മകൾ കഷ്ടപ്പെട്ട് പിടിച്ച് കഞ്ചാവ് ലഹരിക്ക് അടിമയായി തൻ്റെ മോൻ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. എത്രയോ രീതിയിലുള്ള മക്കളൊക്കെ പോകുമ്പോഴും സ്വന്തം കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട്, അച്ഛനമ്മമാരെത്രയും കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു എന്തൊക്കെയുണ്ട് നമ്മുടെ കുടുംബത്തിന് ബുദ്ധിമുട്ട്, അത് അറിഞ്ഞിട്ട് പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വിജയിച്ച ഈ മോൾക്കിരിക്കട്ടെ ഒരു സല്യൂട്ട്.